PPD@PS വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ കെമിസ്ട്രി ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ തുടങ്ങി വെച്ചു. ആ ഒന്നാമത്തെ അധ്യായത്തിൽ പദാർത്ഥങ്ങളുടെ സ്വഭാവം, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, അതിൽ 2 കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. ഒന്ന്, എല്ലാ വസ്തുക്കൾക്കും മാസ്സുണ്ട്, അതാണ് ഒന്നാമത്തത്. അതുപോലെ തന്നെ എല്ലാ വസ്തുക്കൾക്കും വ്യാപ്തമുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. മാസ്സുണ്ട്, വ്യാപ്തമുണ്ട്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, തെളിയിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ മലയാളത്തിൽ ദ്രവ്യം എന്നും ഇംഗ്ലീഷിൽ മാറ്റർ എന്നും പറയുന്ന വേർഡ് അതെന്തിനെ സൂചിപ്പിക്കുന്നു? ദ്രവ്യം പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ട് മലയാളത്തിൽ, ദ്രവ്യം, മാറ്റർ. എന്താണ് മാറ്റർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറഞ്ഞാൽ? വസ്തു, പദാർത്ഥം എന്നൊക്കെ പിന്നെ ഇന്നുണ്ടായതാണ്. ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ, ഏതെങ്കിലും ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു കണികക്ക്, അപ്പം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ്സുള്ളതുമായ എന്തിനേയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം, അഥവാ ദ്രവ്യം എന്ന് വിളിക്കാം. അപ്പോൾ ഇനി മുതൽ നമ്മൾ പറയേണ്ടതാണ്, ഏതൊരു സാധനം ദ്രവ്യമാണോ അല്ലേ, മാസ്, അതിന് പിന്നെ അതൊരു മാറ്റർ ആണോ അല്ലേ എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം നോക്കണ്ടുള്ളൂ, അതിന് മാസ് ഉണ്ടോ? ഉണ്ട്. നിൽക്കാൻ സ്ഥലം വേണോ? വേണം. അപ്പോൾ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ്സുള്ളതുമായ എന്തിനേയും നമുക്ക് ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് നമുക്ക് വിളിക്കാം. അതിനാണ് മെറ്റീരിയൽ എന്ന വാക്കുണ്ടായത്. മാറ്റർ, മെറ്റീരിയൽ, ദ്രവ്യം, പദാർത്ഥം എന്ന വാക്ക് പിന്നെ അതിന് ഉടലെടുത്തതാണ്. അപ്പോൾ സ്ഥിതി ചെയ്യാൻ സ്ഥലം അഥവാ വ്യാപ്തം ആവശ്യമുള്ളതും വ്യാപ്തമുള്ളതും മാസ്സുള്ളതുമായ എന്തിനേയും ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം അല്ലെങ്കിൽ മാറ്റർ എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദ്രവ്യത്തിൻ്റെ അല്ലെങ്കിൽ മാറ്ററിൻ്റെ 2 സവിശേഷതകളാണ്, 2 പ്രോപ്പർട്ടീസാണ്. ഒന്ന്, അതിന് വ്യാപ്തമുണ്ടായിരിക്കും, മറ്റൊന്ന് അതിന് മാസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 2 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ തുടർച്ചയായി ഇന്നത്തെ പുതിയ വീഡിയോയിൽ പുതിയ ചില കാര്യങ്ങൾ കൂടെ നമ്മൾ പഠിക്കണം. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കണം. അതിലെന്താ ഒന്നാമത്തായിട്ട് പഠിക്കുന്നത്? നമുക്കറിയാം, ഒരു 1-2 നമ്മുടെ ജീവിതത്തിലുള്ള ചില അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. ഒന്ന്, നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളൊരു ബീക്കറിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പഞ്ചസാര വെള്ളത്തിൽ ലയിക്കും അല്ലേ? ഇളക്കും തോറും വെള്ളത്തിൽ ലയിച്ചിട്ട് വെള്ളം മധുരമുള്ളതായി മാറും, ഒരു ലായനിയായിട്ട് മാറും. എല്ലാ ഭാഗത്തും മധുരം ഉണ്ടാവുമല്ലോ. പഞ്ചസാര വെള്ളത്തിൽ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് എടുത്ത് ടേസ്റ്റ് നോക്കുക, നമുക്ക് മധുരം അനുഭവപ്പെടുമല്ലോ. എൻ്റെ ഒരു ചോദ്യം, വെള്ളത്തിൽ ലയിപ്പിക്കുന്നതിൻ്റെ മുമ്പ്, ജസ്റ്റ് ബിഫോർ ഡിസോൾവിങ് ഇൻ വാട്ടർ, വി ക്യാൻ സീ ദ സാൾട്ട്. പഞ്ചസാര നമ്മൾ കണ്ടതല്ലേ, പഞ്ചസാര തരികൾ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതല്ലേ? ആണ്. അത് വെള്ളത്തിൽ ലയിച്ച് കഴിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് നിങ്ങൾ നോക്കൂ, പഞ്ചസാരൻ്റെ തരി കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. എവിടെ പഞ്ചസാര? പഞ്ചസാര വെള്ളത്തിലില്ലേ? ഉണ്ട്. പക്ഷെ കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. പഞ്ചസാര വെള്ളത്തിൽ ഉണ്ട് എന്ന് എങ്ങനെ മനസ്സിലായി? മധുരമുണ്ട്. എവിടെ നിന്ന് എടുത്ത് ടേസ്റ്റ് നോക്കിയാലും മധുരല്ലേ? ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും പഞ്ചസാര, വെള്ളത്തിൻ്റെ എല്ലാ ഭാഗത്തും എന്തുണ്ട്? പഞ്ചസാര ഉണ്ട്. പക്ഷെ പഞ്ചസാര കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ശരി, അപ്പം നമ്മൾ അതവിടെ നിൽക്കട്ടെ. ഇതേപോലെ തന്നെ ഉപ്പ് വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ
നമ്മൾ ഉപ്പിൻ്റെ ഒരു കല്ലെടുക്കുക, ഒരു കല്ലുപ്പിൻ്റെ ചെറിയൊരു കഷ്ണം, റോക്ക് സാൾട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും, റോക്ക് സാൾട്ട്, കല്ലുപ്പ്. ആ കല്ലുപ്പ് കാണുന്നുണ്ടല്ലോ, ഉണ്ട്, കാണാൻ മാത്രം വലുപ്പമുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതൊന്ന് ഇളക്കി നോക്കൂ, എന്താ സംഭവിക്കുക? അത് വെള്ളത്തിൽ ലയിച്ച് ചേരും. സാൾട്ട് വിൽ ഡിസോൾവ് ഇൻ വാട്ടർ. ആഫ്റ്റർ ഡിസോൾവിങ് ഇൻ വാട്ടർ ക്യാൻ വി സീ ഇറ്റ്? നമുക്ക് കാണാൻ കഴിയുമോ? കാണുന്നുണ്ടോ? നോ, നെവർ. വി കാൺട്ട് സീ ദ സാൾട്ട് ഇൻ ദി വാട്ടർ, ബട്ട് ഇൻ വാട്ടർ സാൾട്ട് ഈസ് ദർ. വെള്ളത്തിൽ സാൾട്ട് ഉണ്ട്, പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നില്ല. വെള്ളത്തിൽ പഞ്ചസാര ഉണ്ട്, പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നില്ല. വെള്ളത്തിൽ സാൾട്ട് ഉണ്ട്. എന്താ തെളിവ്? അതിന് ടേസ്റ്റ് നോക്കൂ. വെള്ളം സാൾട്ടിൻ്റെ രുചി എല്ലായിടത്തും ഇല്ലേ? ഉണ്ട്. അപ്പോൾ സാൾട്ട് വെള്ളത്തിൽ എല്ലാ ഭാഗത്തും ഇല്ലേ? എത്തിയിട്ടുണ്ട്. പഞ്ചസാര വെള്ളത്തിൽ എല്ലാ ഭാഗത്തും എത്തിയിട്ടില്ലേ? എത്തിയിട്ടുണ്ട്. എന്താ കാണാത്ത? ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. വെള്ളത്തിൽ പഞ്ചസാര ലയിച്ചു ചേർന്നിട്ട് ആ ലയിച്ചു ചേർന്ന പഞ്ചസാരയെ കാണാൻ കഴിയാത്തത് എന്തുകൊണ്ട്? വി കനോട്ട് സീ ദ sugar particles in water. The sugar dissolved in water, but sugar is there in the solution, but we cannot see the particles of the salt and sugar. Why? എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല? ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. ഒറ്റ ഉത്തരേ ഉള്ളൂ. എന്താ? കാണാൻ കഴിയാത്ത അത്രയും ചെറിയ കണികകളായിട്ടത് മാറി. വെള്ളത്തിൽ ലയിച്ചപ്പോൾ, പഞ്ചസാര തരി വെള്ളത്തിൽ ലയിച്ചപ്പോൾ അത് വീണ്ടും വീണ്ടും ചെറുതായി കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും ചെറിയ കണികയായിട്ടത് മാറി. അതുകൊണ്ടാണ് കാണാത്തത്. ഉപ്പും അങ്ങനെ തന്നെ. വെള്ളത്തിൽ ലയിപ്പിച്ചപ്പോൾ ഉപ്പിനെ ലയിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ടിരുന്നു, പക്ഷെ ലയിച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ആഫ്റ്റർ ഡിസോൾവിങ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ലയിച്ച് കഴിഞ്ഞപ്പോൾ ദ സാൾട്ട് ബിക്കെയിംസ് വെരി സ്മാളസ്റ്റ് പാർട്ടിക്കിൾസ്. ഉപ്പ് അതിൻ്റെ ചെറിയ കണികകളായി മാറുകയും വെള്ളത്തിലെല്ലാ ഭാഗത്തേക്കും അത് വ്യാപിക്കുകയും ചെയ്തു. പഞ്ചസാര അങ്ങനെ തന്നെ. പഞ്ചസാര അതിൻ്റെ വളരെ ചെറിയ കണികകളായിട്ട് മാറുകയും അങ്ങനെ വെള്ളത്തിലെല്ലാ ഭാഗത്തേക്കും ആ കണികകൾ വ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ വെള്ളത്തിലെല്ലായിടത്തും മധുരം അനുഭവപ്പെടുന്നു, വെള്ളത്തിലെല്ലായിടത്തും ഉപ്പിൻ്റെ രുചി അനുഭവപ്പെടുന്നു. ഇനി നിങ്ങളൊരു ചെറിയൊരു മഷിത്തുള്ളി, ഒരു തുള്ളി മഷി വെള്ളത്തിലേക്ക് ഉറ്റിച്ചു നോക്കൂ, എന്നിട്ട് ഇളക്കി നോക്കൂ. മഷിയുടെ കളറ് വെള്ളത്തിലെല്ലാ ഭാഗത്തേക്കും എത്തണില്ലേ? എന്തേ കാരണം? ഇത് തന്നെ. വെള്ളത്തിൽ ലയിക്കുമ്പോൾ അത് വളരെ ചെറിയ കണികകളായി മാറുകയും ഈ കണികകൾ വെള്ളത്തിലെല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വ്യാപിക്കുകയും ചെയ്യുന്നു. ശരി, അപ്പം ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് വളരെ ചെറിയ കണികകൾ കൊണ്ടാണ് എന്ന് മനസ്സിലായില്ലേ? ശരി, ഇങ്ങനെ ഈ ചെറിയ കണികകളായി വിഘടിക്കുമ്പോൾ അതിൻ്റെ സ്വഭാവം നഷ്ടപ്പെടുന്നുണ്ടോ? ഉപ്പിൻ്റെ രുചി എന്താ? ഉപ്പ് വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ ഉപ്പിൻ്റെ രുചി നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. പഞ്ചസാര ലയിച്ചു കഴിഞ്ഞാൽ പഞ്ചസാരയുടെ രുചി നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. മധുരം എന്ന രുചി അപ്പോഴും ഉണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? അതായത് ആ വസ്തുവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ നഷ്ടപ്പെടാതെ ചെറിയ കണികകളായിട്ട് മാറുകയാണ്. അപ്പോൾ ചെറിയ കണികകളായിട്ട് മാറുമ്പോഴും അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുന്നില്ല, സ്വഭാവ ഗുണങ്ങൾ നഷ്ടപ്പെടുന്നില്ല. അപ്പം നമുക്ക് എന്ത് പറയാം? ഒരു വസ്തുവിൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന ചെറിയ കണികകൾ കൊണ്ടാണ് എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് വളരെ ചെറിയ കണികകൾ കൊണ്ടാണ്. ആ കണികക്ക് വസ്തുവിൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളുമുണ്ട്. വസ്തുവിൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളുമുള്ള ആ ചെറിയ കണികയെ വിളിക്കുന്ന പേരാണ് മക്കളെ തന്മാത്ര. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്മാത്ര അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മോളിക്യൂൾ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. എന്നാലും നിങ്ങളതിപ്പം തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കാം, എന്താണ് തന്മാത്ര? ഒരു വസ്തുവിൻ്റെ
എല്ലാ സ്വഭാവ ഗുണങ്ങളുമുള്ള അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. മോളിക്യൂൾ എന്നും പറയും. തന്മാത്രയുടെ ഇംഗ്ലീഷാണ് മോളിക്യൂൾ. മോളിക്യൂൾ ഈസ് ദ സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ഹാവിങ് ദ ആൾ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ ഓർ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. ഒരു വസ്തുവിൻ്റെ എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ ഒരു കണികയുണ്ട്. ആ കണികയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേര് തന്മാത്ര. സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് ഹാവിങ് ആൾ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ഈസ് കാൾഡ് മോളിക്യൂൾ. Molecule is the smallest particle of a substance which have all properties of that substance. പഞ്ചസാരയുടെ തന്മാത്രക്ക് പഞ്ചസാരയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകും. ഉപ്പിൻ്റെ തന്മാത്രക്ക് ഉപ്പിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകും. വെള്ളത്തിൻ്റെ ഒരു മോളിക്യൂളിന് വെള്ളത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകും. ഒരു വസ്തുവിൻ്റെ എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. പിന്നെ ആര് ചോദിച്ചാലും നിങ്ങൾ പറയണം വാട്ട് ഈസ് എ മോളിക്യൂൾ, എന്താണ് തന്മാത്ര. അപ്പോൾ നിങ്ങൾ എന്തെഴുതും? നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് വളരെ ചെറിയ കണികകൾ കൊണ്ടാണ്. ആ പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ആ കണികക്കുണ്ടായിരിക്കും. അത്തരം കണികയെ വിളിക്കുന്ന പേരാണ് തന്മാത്ര. All substances are made up of smallest particles. They have all the properties of that substance. That type of particles are called molecules. Yes. അപ്പോൾ ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന്, ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് തന്മാത്രകൾ കൊണ്ടാണ്. All substances are made up of molecules. Molecules are the smallest particles. They have all the properties of that substance. Okay? ഒരു വസ്തുവിൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ള ചെറിയ കണികയാണ് തന്മാത്ര. എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് തന്മാത്രകൾ കൊണ്ടാണ്. Every substances are made up of molecules. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതേ സംഗതി നിങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാൻ പറ്റും. ഇപ്പോൾ പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുമ്പോൾ പഞ്ചസാര വെള്ളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ രുചി എത്തുന്നു. എന്തുകൊണ്ട്? വെള്ളത്തിൽ ലയിക്കുമ്പോൾ പഞ്ചസാര അതിൻ്റെ ചെറിയ കണികകളായി മാറുന്നു, അഥവാ തന്മാത്രകളായി മാറുന്നു. ഇത് വെള്ളത്തിലെല്ലാ ഭാഗത്തേക്കും ലയിക്കുന്നു, വ്യാപിക്കുന്നു. ഇങ്ങനെ എല്ലാ വസ്തുക്കളും ഉപ്പ് വെള്ളത്തിൽ ലയിക്കുമ്പോഴും അങ്ങനെ തന്നെ ഉപ്പിൻ്റെ കണികകൾ ചെറിയ കണികകളായിട്ട് മാറുന്നു. ഉപ്പ് വെള്ളത്തിലെല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വ്യാപിക്കുന്നു. അപ്പം രുചി വ്യാപിക്കുന്നതും മണം വ്യാപിക്കുന്നതും നിറം വ്യാപിക്കുന്നതൊക്കെ ഈ ചെറിയ കണികകളായി മാറിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ ഒരു പരീക്ഷണത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് വളരെ ചെറിയ കണികകൾ കൊണ്ടാണ്. ആ വസ്തുവിൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ആ കണികക്കുണ്ടായിരിക്കും. ആ കണികയെ വിളിക്കുന്ന പേരാണ് തന്മാത്ര, മോളിക്യൂൾ. Every substances are made up of smallest particles. They have all the properties of that substance. That smallest particle is called molecule. മോളിക്യൂൾ കൊണ്ടാണ് എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും 2 ഗുണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. 2 ഗുണങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ ആ 2 ഗുണങ്ങളിൽ ഒന്ന് മാസ്സായിരുന്നു. 2 വോളിയം, വ്യാപ്തം. മാസും വ്യാപ്തവും. ഇനി ഷേപ്പ്, ആകൃതി. ശ്രദ്ധിക്കാം.
പദാർത്ഥങ്ങളുടെ ഒരു 3 പ്രോപ്പർട്ടീസ്, 3 ഗുണങ്ങൾ ഞാൻ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മാസ്, വോളിയം, ഷേപ്പ്. 3 ഗുണങ്ങൾ: മാസ്, വ്യാപ്തം, ആകൃതി. ഈ 3 ഗുണങ്ങളെക്കുറിച്ച് ചെറിയൊരു കാര്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ പദാർത്ഥങ്ങളെ 3ആയി തരംതിരിച്ചല്ലോ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഖരം, ദ്രാവകം, വാതകം. നമുക്ക് ഒരു ഖരവസ്തു, ആദ്യം സോളിഡ് നോക്കാം. സോളിഡ് ഖരരൂപത്തിലുള്ളൊരു പദാർത്ഥത്തിൻ്റെ മാസും വ്യാപ്തവും അതിൻ്റെ ആകൃതിയും, മാസ്, വോളിയം, ഷേപ്പ്, നമുക്കൊന്ന് കമ്പയർ ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കാം. ഖരരൂപത്തിലുള്ളൊരു വസ്തു, ഒരു ഉദാഹരണം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. കല്ല് അല്ലേ, അല്ലെങ്കിൽ ഒരു ഇഷ്ടികൻ്റെ കഷ്ണം, ഒരു കല്ലിൻ്റെ കഷ്ണം, അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം, ചതുരാകൃതിയിലുള്ള അല്ലെങ്കിൽ ഒരു ക്യൂബിൻ്റെ ഷേപ്പിലുള്ള ഒരു ചതുരക്കട്ട, ഒരു ഇഷ്ടികൻ്റെ കട്ട നമ്മൾ എടുത്തു. ഇനി അതിന് മാസ് ഉണ്ടോ അല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താണ് മാസ്. മാസ് എന്ന് പറഞ്ഞാൽ ഭാരം അനുഭവപ്പെടുന്ന, തൂക്കം അനുഭവപ്പെടുന്ന കണികകൾ അതിലുണ്ടെങ്കിൽ അതിന് മാസ് ഉണ്ട് എന്നാണ് പറയാം. ഭാരം അനുഭവപ്പെടുന്ന, തൂക്കം അനുഭവപ്പെടുന്ന കണികകൾ, പാർട്ടിക്കിൾസ് ഒരു വസ്തുവിലുണ്ടെങ്കിൽ അതിന് മാസ് ഉണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ തന്മാത്രകളൊക്കെ മാസുള്ള കണികകളാണ്. നമ്മളിപ്പോൾ മോളിക്യൂൾസ്, തന്മാത്രയെ പറ്റി പറഞ്ഞല്ലോ. തന്മാത്രക്ക് എന്തുണ്ട്? മാസുണ്ട്. അപ്പോൾ ഈ ഇഷ്ടിക കഷ്ണത്തിൽ തന്മാത്രകളില്ലേ, മോളിക്യൂൾസ് ഇല്ലേ? ഉണ്ട്. എല്ലാ വസ്തുക്കളും മോളിക്യൂൾസ്, തന്മാത്രകൾ കൊണ്ടല്ലേ നിർമ്മിച്ചത്? ആണ്. അപ്പോൾ ഈ ഇഷ്ടികൻ്റെ, ഈ കല്ലിൻ്റെ കഷ്ണത്തിൽ തന്മാത്രകളില്ലേ? ഉണ്ട്. മോളിക്യൂൾസ് ഇല്ലേ? ഉണ്ട്. അപ്പോൾ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ മാസ് ഇല്ലേ? ഉണ്ട്. അപ്പോൾ ആ ഇഷ്ടിക കഷ്ണത്തിന് എന്തുണ്ട്? മാസുണ്ട്. ഇനി എൻ്റെ ചോദ്യം, ഈ ഇഷ്ടിക കഷ്ണം എവിടെ കൊണ്ടുപോയി വെച്ചാലും അതിൻ്റെ മാസിൽ മാറ്റം വരില്ലല്ലോ. ഇപ്പോൾ ഇഷ്ടിക കഷ്ണം നമ്മളൊരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമ്മളൊരു പെട്ടിയിൽ പൂട്ടിയേക്കുക, അതിൻ്റെ മാസ് മാറുമോ? മാറില്ല. ആ ഇഷ്ടിക കഷ്ണത്തിൻ്റെ മാസ് അവിടെ വെച്ചാലും, മേശയിൽ വെച്ചാലും, പിന്നെ ചാക്കിൽ കെട്ടി വെച്ചാലും, എവിടെ കൊണ്ടുപോയി വെച്ചാലും അതിൻ്റെ മാസിന് യാതൊരു മാറ്റം ഉണ്ടാവില്ലല്ലോ. ഇല്ല. ഇനി ഒരു ഗ്ലാസ്സിൽ അതിട്ടാൽ, ഒരു ബീക്കറിൽ അതിട്ടാൽ അതിൻ്റെ ആകൃതിക്ക് മാറ്റം വരുമോ? ഇല്ല. ഒരു കുപ്പിയിൽ, ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ അത് ഇട്ട് വെച്ചാൽ അതിൻ്റെ ആകൃതിക്ക് മാറ്റം വരുമോ? ഇല്ല. അതൊരു പെട്ടിയിൽ വെച്ചാൽ അതിൻ്റെ ആകൃതി മാറുമോ? ഷേപ്പ് മാറുമോ? ഇല്ല. അപ്പം സോളിഡിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ ആകൃതി, അതിനൊരു നിശ്ചിത ആകൃതിയുണ്ട്, ഒരു നിശ്ചിത മാസുണ്ട്. ആ മാസിനും ആകൃതിക്കും അതെവിടെ സ്ഥിതി ചെയ്താലും, എവിടെ കൊണ്ടുപോയി വെച്ചാലും, എവിടെ സൂക്ഷിച്ചു വെച്ചാലും അതിൻ്റെ ആകൃതിക്ക് മാറ്റം വരില്ല, അതിൻ്റെ മാസിന് മാറ്റം വരില്ല. അപ്പം നമുക്ക് എന്ത് പറയാം? ഖരവസ്തുക്കൾക്ക് ഒരു നിശ്ചിത മാസുണ്ട്, നിശ്ചിത ആകൃതിയുണ്ട്. ഇതിലാർക്കും തർക്കമില്ലല്ലോ? ഇല്ല. ക്ലിയർ ആണല്ലോ? വ്യത്യാസമില്ലല്ലോ? ഇല്ല. അപ്പോൾ എന്താണ് ഖരവസ്തുവിൻ്റെ പ്രത്യേകത? ഒരു നിശ്ചിത ആകൃതി ഉണ്ടായിരിക്കും, ഒരു നിശ്ചിത മാസ് ഉണ്ടായിരിക്കും. സോളിഡ് സബ്സ്റ്റൻസസ് ഹാവ് എ പർട്ടിക്കുലർ ഷേപ്പ് ആൻഡ് എ ഡെഫിനിറ്റ് മാസ്. ഒരു ഡെഫിനിറ്റ് മാസുണ്ട്, ഒരു പർട്ടിക്കുലർ ഷേപ്പുണ്ട്. ആ ഷേപ്പും ആ മാസും അത് എവിടെ എടുത്ത് വെച്ചാലും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിന് യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. അപ്പം നമുക്ക് പറയാം, സോളിഡ് സബ്സ്റ്റൻസസ് ഹാവ് ഡെഫിനിറ്റ് മാസ് ആൻഡ് ഡെഫിനിറ്റ് വോളിയം, ഡെഫിനിറ്റ് ഷേപ്പ്. വോളിയം അങ്ങനെ തന്നെയാണ്. വ്യാപ്തം, സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനല്ലേ വ്യാപ്തം എന്നറിയാം.
ആ കല്ലിൻ്റെ കഷ്ണം എവിടെ വെച്ചാലും അതിന് നിൽക്കാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവ് തന്നെയല്ലേ, അതിൻ്റെ വലിപ്പം തന്നെയല്ലേ. അത് എത്ര വലിപ്പമുണ്ടോ അത്രയും സ്ഥലം അതിന് നിൽക്കാൻ വേണം. അങ്ങനെയാണെങ്കിൽ വോളിയം ഡെഫിനിറ്റാണ്, ഷേപ്പ് ഡെഫിനിറ്റാണ്, മാസ് ഡെഫിനിറ്റാണ്. മാസ് ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസ്, വോളിയം ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസ് and shape of a solid substance, these three properties are constant. They have definite shape, they have definite mass, they have definite volume, that is solid. അപ്പോൾ സോളിഡിൻ്റെ പ്രത്യേകത എന്താണ്? ഖരവസ്തുക്കൾക്ക് നിശ്ചിത ആകൃതിയുണ്ട്, നിശ്ചിത മാസുണ്ട്, നിശ്ചിത വ്യാപ്തമുണ്ട്. അത് എവിടെ വെച്ചാലും അതിൻ്റെ ആകൃതിക്ക് മാറ്റം വരുന്നില്ല, അതിൻ്റെ മാസിന് മാറ്റം വരുന്നില്ല, അതിൻ്റെ വോളിയം വ്യാപ്തത്തിന് മാറ്റം വരുന്നില്ല. ഇതാണ് സോളിഡ് ഖരവസ്തുവിനെ പറ്റി പറയും. ഇനി ഒരു ലിക്വിഡ് നമുക്കൊന്ന് എടുത്തു നോക്കും, ഒരു ദ്രാവകം. എന്താ ദ്രാവകത്തിൻ്റെ പ്രത്യേകത? വെള്ളം അല്ലെങ്കിൽ മണ്ണെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, അതൊക്കെ ലിക്വിഡാണല്ലോ, ദ്രാവകമാണല്ലോ അല്ലേ? ശരി. ആ ദ്രാവകത്തിൽ ഒരു നിശ്ചിത എണ്ണം, ഇപ്പം നമ്മളൊരു 100 മില്ലി ലിറ്റർ വെള്ളം എടുത്തു, 1 ലിറ്റർ വെള്ളം, 1 ലിറ്റർ വെള്ളം. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപ്തമല്ലേ, ലിറ്റർ എന്ന് പറഞ്ഞാൽ വോളിയമാണ്, വ്യാപ്തമാണ്. 1 ലിറ്റർ വെള്ളം ആദ്യം നമ്മളൊരു ബോട്ടിലെടുത്തു. ബോട്ടിലിൻ്റെ ആകൃതി സിലിണ്ടർ ആകൃതി അല്ലേ, ഇങ്ങനെ റൗണ്ടല്ലേ, സിലിണ്ടർ ആകൃതിയാണ്. അപ്പോൾ നമ്മൾ പറയും ആ വെള്ളത്തിൻ്റെ ആകൃതി എന്താണ്? ആ ബോട്ടിലിൻ്റെ ആകൃതി. ശരി. അപ്പോൾ അതിന് ആകൃതി ഇല്ലേ? ഉണ്ട്. ഏത് ആകൃതിയാണ്? ബോട്ടിലിൻ്റെ ആകൃതിയാണ്. ശരി. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളത്തിന് നമ്മൾ ഒരു ചതുര രൂപത്തിലുള്ളൊരു പാത്രത്തിൽ ഒഴിച്ചാലോ വെള്ളത്തിൻ്റെ ആകൃതി എന്താവും? ചതുര ഷേപ്പാവും. ഒരു പന്തിൻ്റെ ആകൃതിയുള്ളൊരു പാത്രത്തേക്ക് ആ വെള്ളം ഒഴിച്ചാലോ അത് പന്തിൻ്റെ ആകൃതിയാവും. അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണ്? വെള്ളത്തിന് മാത്രമായിട്ടൊരു ആകൃതി ഉണ്ടോ? ഇല്ല. അത് ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതിൻ്റെ ആകൃതിയാണ് അതിന് കിട്ടുക. അപ്പം വെള്ളത്തിന് ഒരു നിശ്ചിത ആകൃതി ഇല്ല. അത് ഏത് പാത്രത്തിലാണോ അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ഷേപ്പ് എന്താണോ അതേ ഷേപ്പ് അതിനും കിട്ടും. പക്ഷെ കല്ല് അങ്ങനെയാണോ? അല്ലല്ലോ. കല്ല് അത് ഏത് പാത്രത്തിൽ ഇട്ട് വെച്ചാലും കല്ലിൻ്റെ ഷേപ്പിലേ നിൽക്കുള്ളൂ. ഇപ്പോൾ സോളിഡ് ഖരവസ്തുക്കൾക്ക് നിശ്ചിത ആകൃതി ഉണ്ട്, പക്ഷേ ദ്രാവകങ്ങൾക്ക് നിശ്ചിത ആകൃതി ഇല്ല. ലിക്വിഡ്സ് ഹാവ് നോ എ ഡെഫിനിറ്റ് ഷേപ്പ്. ലിക്വിഡ്സിന് ദർ ഇസ് നോ എ ഡെഫിനിറ്റ് ഷേപ്പ്, ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഇല്ല. എന്നാൽ സോളിഡിന് ഷേപ്പ് ഉണ്ട്, ലിക്വിഡിന് പർട്ടിക്കുലർ ഷേപ്പ് ഇല്ല. അത് ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ഷേപ്പാണ് അതിന് കിട്ടുക. ഷേപ്പ് ഓഫ് എ ലിക്വിഡ് ഈസ് ദ ഷേപ്പ് ഓഫ് ദി വെസൽ ദാറ്റ് ഓക്യുപ്പൈ ദാറ്റ് ഇൻക്ലൂഡ് ഇൻ ഇറ്റ്. ഏത് പാത്രത്തിലാണോ ആ വസ്തു ഓക്യുപ്പൈ ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്, നിൽക്കുന്നത്, ആ പാത്രത്തിൻ്റെ ഷേപ്പാണ് അതിന് കിട്ടുക. അതുകൊണ്ട് ലിക്വിഡ്സ് ഹാവ് നോ എ പർട്ടിക്കുലർ ഷേപ്പ്. സോളിഡ് ഹാസ് പർട്ടിക്കുലർ ഷേപ്പ്. എ ലിക്വിഡ് ഹാസ് നോ പർട്ടിക്കുലർ ഷേപ്പ്. എ ലിക്വിഡ് ഹാസ് മാസ്, പർട്ടിക്കുലർ മാസ്. മാസ് മാറൂല. നിങ്ങൾ നോക്കുക, നമ്മളൊരു 90 ഗ്രാം വെള്ളമാണ് ഒരു ബോട്ടിലെടുത്ത് വിചാരിക്കുക. ആ വെള്ളത്തിനെ വേറൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചാലും അത് 90 ഗ്രാം തന്നെയല്ലേ. ആ വെള്ളം വേറൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചാലും അത് 90 ഗ്രാം തന്നെയല്ലേ. അത് ബോട്ടിലെടുത്താലും ഗ്ലാസ്സിലെടുത്താലും ജാറിലെടുത്താലും ഒക്കെ ആ വെള്ളത്തിൻ്റെ മാസ് മാറുമോ? മാറില്ല. വെള്ളത്തിലുള്ള തന്മാത്രയുടെ എണ്ണത്തിന് മാറ്റം വരുമോ? എണ്ണത്തിന് മാറ്റം വരില്ല. തന്മാത്രയുടെ എണ്ണത്തിന് മാറ്റം വന്നാലേ മാസ് മാറുള്ളൂ. 100 തന്മാത്രകളാണ് അതിലുള്ളതെങ്കിൽ ആ 100 തന്മാത്രൻ്റെ മാസ് അതിനുണ്ടാകും. അത് കുപ്പിയിലാണെങ്കിലും ഗ്ലാസ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി, ആ 100 തന്മാത്രയല്ലേ അത് ഉണ്ടാവുള്ളൂ. തന്മാത്രയുടെ എണ്ണം മാറുമോ? മാറൂല. അപ്പം മാസ് മാറുമോ? മാറൂല. ഇനി വ്യാപ്തം. ഒരു ബോട്ടിൽ നമ്മൾ 1 ലിറ്റർ വെള്ളം എടുത്തു. വെള്ളത്തിൻ്റെ വ്യാപ്തം 1 ലിറ്റർ. അതൊരു പരന്ന പാത്രത്തിൽ ഒഴിച്ചാലും 1 ലിറ്റർ തന്നെയല്ലേ ഉണ്ടാവുക.
അതൊരു വേറൊരു പിന്നെ പാത്രത്തിൽ ഒഴിച്ചാലും അത് 1 ലിറ്റർ തന്നെയല്ലേ ഉണ്ടാവുക? വ്യാപ്തം മാറുമോ? മാറില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ്രാവകങ്ങൾക്ക് ഒരു നിശ്ചിത വ്യാപ്തമുണ്ട്, നിശ്ചിത മാസ്സുണ്ട്. മാസ് മാറില്ല, വ്യാപ്തം മാറില്ല, പക്ഷെ ആകൃതി നിശ്ചിതമായിട്ട് നിൽക്കൂല. അത് പാത്രം മാറ്റുമ്പോൾ പാത്രത്തിൻ്റെ ആകൃതിക്കനുസരിച്ച് പിന്നെ ലിക്വിഡിൻ്റെ ആകൃതി മാറും. അപ്പം ലിക്വിഡിനെ പറ്റി എന്ത് പറയാം? സോളിഡിനെ പറ്റി നമ്മൾ പറഞ്ഞു, നിശ്ചിത ആകൃതിയുണ്ട്, നിശ്ചിത മാസ്സുണ്ട്, നിശ്ചിത വ്യാപ്തമുണ്ട്. അത് പാത്രം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ആകൃതി മാറില്ല, പാത്രം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ വ്യാപ്തം മാറില്ല, പാത്രം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ മാസ് മാറില്ല. നിശ്ചിത ആകൃതി ഉള്ളതും നിശ്ചിത വ്യാപ്തമുള്ളതും നിശ്ചിത മാസ് ഉള്ളതുമായ വസ്തു ഖരവസ്തു. എന്നാൽ ദ്രാവകത്തെ പറ്റി നമുക്ക് എന്ത് പറയാം? നിശ്ചിത ആകൃതിയില്ല, പക്ഷെ നിശ്ചിത വ്യാപ്തവുമുണ്ട്, നിശ്ചിത മാസമുണ്ട്. ഓക്കെ, ഇനി ഗ്യാസിലേക്ക് വരാം. നമുക്ക് എന്താ ഗ്യാസിൻ്റെ പ്രത്യേകത? വാതകങ്ങൾ നിങ്ങൾ നോക്കൂ. നമ്മളിവിടെ ഞാൻ ബോർഡിൽ ഒരു വാതകം നിറച്ചു വെക്കുന്ന ഒരു ജാറിൻ്റെ ചിത്രം വരക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഇതൊരു ഗ്യാസ് ജാറാണ്. ഇതിൽ നിറയെ നമ്മളൊരു ഗ്യാസ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്സിജൻ ആണ് വിചാരിക്കുക, O2. ഓക്സിജൻ വാതകം നിറച്ചൊരു ഗ്യാസ് ജാറാണ്. ഇത് 1 ലിറ്റർ ഉണ്ട്. 1 ലിറ്റർ ഉണ്ട്. ഇനി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ഓക്സിജൻ വാതകത്തിൻ്റെ ആകൃതി എന്താണ്? ഷേപ്പ് എന്താണ്? ഈ ജാറിൻ്റെ ആകൃതി തന്നെ ശരിയല്ലേ? ജാറിൻ്റെ ആകൃതിയാണ്. ശരി. ഇനി ഇത് എത്ര ലിറ്റർ ഉണ്ട്? 1 ലിറ്റർ ഉണ്ട്. ഇതിൻ്റെ മാസ്, ഇതിൻ്റെ ഭാരം ഞാൻ ഒരു പിന്നെ 2 ഗ്രാം ആണെന്ന് വിചാരിക്കാം. 2 ഗ്രാം വെറുതെ ഒരു മാസ് നമ്മൾ എഴുതി മാത്രം. 1 ലിറ്റർ ഓക്സിജൻ 2 ഗ്രാം. ഇനി ഇതിനേക്കാൾ വലിയ ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു ഗ്യാസ് ജാറ്, ഇതൊരു ചതുരാകൃതിയിലാണ് വിചാരിക്കുക, ഇത് സിലിണ്ടർ ആകൃതിയിലാണ്, വട്ടത്തിലാണ് വിചാരിക്കുക. ഇങ്ങനത്തെ ഒരു ഗ്യാസ് ജാർ നമ്മൾ എടുത്തു. എന്നിട്ട് ഈ ഗ്യാസ് മുഴുവൻ ഇതിൽ നിറച്ചു. എന്നിട്ട് ഇത് അടച്ചു വെച്ചു, ഫുൾ അടച്ചു വെച്ചു. ഇപ്പം ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് ഈ ഓക്സിജനെ മാറ്റി. ഇത് എത്ര ഗ്രാം ഉണ്ടാവും? 2 ഗ്രാം തന്നെയല്ലായിരിക്കും ഓക്സിജൻ. കാരണം ഇതിനുള്ളിലുള്ള ഓക്സിജൻ എത്ര ഗ്രാമാ? 2 ഗ്രാം. അത് ഇതിലേക്ക് മാറ്റിയാലും അതിൻ്റെ മാസ് 2 ഗ്രാം തന്നെ ആവൂലേ? ആകും. പുതിയ ഓക്സിജൻ ഇതിലേക്ക് കയറ്റിക്കണേ നമ്മൾ? ഇല്ല. ഇതിലുള്ള ഓക്സിജൻ മാത്രമല്ലേ കയറ്റിയിട്ടുള്ളൂ? അതെ. അപ്പോൾ ഇവിടെ എത്ര ഓക്സിജൻ്റെ തന്മാത്രകളുണ്ടോ അത്ര തന്മാത്രകൾ തന്നെയല്ലേ ഇതിലുണ്ടാവുള്ളൂ? അതെ. അപ്പം മാസ് മാറുമോ? മാറില്ല. തന്മാത്രയുടെ എണ്ണം മാറുമോ? മാറില്ല. മാസ് മാറുമോ? മാറില്ല. മാസ് ഡെഫിനിറ്റാണ്, മാസിൽ മാറ്റില്ല. 2 ഗ്രാം 2 ഗ്രാം. ഇനി ആകൃതിയോ? ഇതിങ്ങനെ ഒരു ചതുരക്കട്ടയുടെ ആകൃതിയായിരുന്നുവെങ്കിൽ ഇത് സിലിണ്ടറിൻ്റെ ആകൃതിയാണ്. പാത്രത്തിൻ്റെ ഷേപ്പ് മാറിയപ്പം ഈ വാതകത്തിൻ്റെ ഷേപ്പ് മാറി, ആകൃതി മാറിയില്ലേ? മാറി. അപ്പോൾ ആകൃതി, നിശ്ചിത ആകൃതിയിൽ നിൽക്കാൻ കഴിയോ വാതകത്തിന്? ഇല്ല. അതേത് പാത്രത്തിലാണോ നിൽക്കുന്നത് ആ പാത്രത്തിൻ്റെ ആകൃതിയിലേക്ക് അത് മാറും. അപ്പം നിശ്ചിത ആകൃതി ഇല്ല, പക്ഷെ നിശ്ചിത മാസുണ്ട്. ഇനി വ്യാപ്തം നോക്കുക. ഇതിപ്പോൾ 1 ലിറ്റർ ആയിരുന്നു. ഇത് ഈ പാത്രത്തിൻ്റെ അളവ് 3 ലിറ്ററാണ്, അല്ലെങ്കിൽ 4 ലിറ്ററാണ്. അപ്പോൾ വ്യാപ്തം, ഇത് നിറച്ചു ഓക്സിജൻ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഒരു വാതകം ഒരു പാത്രത്തിൽ കിട്ടാൽ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ ഫുള്ള് അത് നിറഞ്ഞിക്കും. അപ്പോൾ വ്യാപ്തം 3 ലിറ്ററായി. 1 ലിറ്റർ ഉള്ള ഓക്സിജൻ 3 ലിറ്റർ അളവിലേക്ക് അതിൻ്റെ വ്യാപ്തം അത് വികസിച്ചു. അതതിനനുസരിച്ച് വികസിക്കുക ചെയ്യാം. അപ്പം ഞാൻ ചോദിക്കട്ടെ, വാതകത്തിൻ്റെ പാത്രം മാറിയപ്പം എന്തൊക്കെ മാറി? മാസ് മാറുന്നുണ്ടോ? ഇല്ല. വ്യാപ്തം മാറുന്നുണ്ടോ? ഉണ്ട്. 1 ലിറ്റർ ഉള്ളത് 3 ലിറ്ററായി. പിന്നെ ആകൃതി മാറുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ആകൃതിക്ക് മാറ്റം വരുന്നുണ്ട്, പിന്നെ വ്യാപ്തത്തിനും മാറ്റം വരുന്നുണ്ട്. പക്ഷെ മാസ് മാറുന്നുണ്ടോ?
ഇല്ല. അപ്പം നമുക്ക് പറയാം വാതകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വാതകത്തിൻ്റെ മാസ് സ്ഥിരമായിട്ട് നിൽക്കും. അത് നിശ്ചിത മാസ്സുണ്ട്, പക്ഷേ നിശ്ചിത ആകൃതിയില്ല, നിശ്ചിത വ്യാപ്തമില്ല. അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് വ്യാപ്തത്തിൽ മാറ്റം വരും. അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതിക്കനുസരിച്ച് വ്യാപ്തത്തിൽ മാറ്റം വരും. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ മൂന്നെണ്ണം, ഈ മൂന്ന് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? മൂന്ന് പ്രോപ്പർട്ടീസ്: ഷേപ്പ്, പിന്നെ മാസ്, വോളിയം. ഈ മൂന്ന് പ്രോപ്പർട്ടീസ് സോളിഡും ലിക്വിഡിലും ഗ്യാസിലും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതൊന്ന് കമ്പയർ ചെയ്യാനുള്ള ഒരു വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് തന്നാൽ ആ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റുമോ നോക്കാം. ഞാൻ ചെറിയൊരു വർക്ക്ഷീറ്റ് ഇവിടെ വരച്ച് കാണിച്ചു തരാം. സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നാൽ ദ്രവ്യത്തിൻ്റെ അവസ്ഥ, ഭൗതിക അവസ്ഥകൾ. മലയാളത്തിൽ പറയും ഭൗതിക അവസ്ഥ. ഭൗതിക അവസ്ഥ. മൂന്ന് അവസ്ഥകളാണ് നമുക്കുള്ളത്. അത് മൂന്ന് കോളം കള്ളി വരച്ചിട്ട് എഴുതുകയാണ്. ഒന്ന് സോളിഡ്, ഖരം മലയാളത്തിൽ, ലിക്വിഡ് ദ്രാവകം, ഗ്യാസ് വാതകം. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം. മൂന്ന് അവസ്ഥകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് മൂന്ന് പ്രോപ്പർട്ടീസ്. ആ മൂന്ന് പ്രോപ്പർട്ടീസ് ഇതാണ്: നിശ്ചിത ആകൃതി, ഇംഗ്ലീഷിൽ ഡെഫിനിറ്റ് ഷേപ്പ്, നിശ്ചിത ആകൃതി. ഇനി നിശ്ചിത മാസ്, ഡെഫിനിറ്റ് മാസ്. നിശ്ചിത വ്യാപ്തം, ഡെഫിനിറ്റ് വോളിയം. അപ്പോൾ നിശ്ചിത ആകൃതി, നിശ്ചിത മാസ്, നിശ്ചിത വ്യാപ്തം, ഡെഫിനിറ്റ് ഷേപ്പ്, ഡെഫിനിറ്റ് മാസ്, ഡെഫിനിറ്റ് വോളിയം. സോളിഡിന് ആകൃതിയെ പറ്റി നമ്മൾ എന്താ പറഞ്ഞ്? ഷേപ്പ്. എവിടെ വെച്ചാലും അതിൻ്റെ ഷേപ്പിൽ മാറ്റം വരൂല എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അതിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. അപ്പോൾ ടിക്കിട്ടാൽ മതി. യെസ്, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, നിശ്ചിത ആകൃതിയുണ്ട്. ലിക്വിഡിനോ നിശ്ചിത ആകൃതി ഉണ്ടോ? അല്ലേ? ഉണ്ടോ? ഇല്ല. അത് ഏത് പാത്രത്തിലേക്ക് ഒഴിക്കുന്നോ ആ പാത്രത്തിൻ്റെ ഷേപ്പ് അതിന് കിട്ടുക. പാത്രത്തിൻ്റെ ഷേപ്പ് മാറുമ്പം ലിക്വിഡിൻ്റെ ഷേപ്പ് മാറും. അപ്പം ദ്രാവകത്തിന് നിശ്ചിത ആകൃതി ഇല്ല. അപ്പം തെറ്റിടുക, നിശ്ചിത ആകൃതി ഇല്ല. ഇനി ഗ്യാസിനോ? ഗ്യാസും അങ്ങനെ തന്നെയല്ലേ? ഏത് പാത്രത്തിലാണോ എടുത്തത് അതിൻ്റെ ഷേപ്പാണ് ആ ഗ്യാസിന് ഉണ്ടാവുക. അപ്പം നിശ്ചിത ആകൃതി ഇല്ല. സോളിഡ്, ഖരം, ഒരു കല്ല് എവിടെ വെച്ചാൽ ആ കല്ലിൻ്റെ ആകൃതി തന്നെ നിൽക്കും. പക്ഷേ ദ്രാവകം, ഒരു ലിക്വിഡ് എവിടെ വെച്ചാലും അതിൻ്റെ ആകൃതിയാണോ? അല്ല, പാത്രത്തിൻ്റെ ആകൃതിയാണ് കിട്ടുക. ഏത് പാത്രത്തിലാണോ ആ പാത്രത്തിൻ്റെ ആകൃതി. അപ്പം ലിക്വിഡിന് നിശ്ചിത ആകൃതി ഇല്ല, വാതകത്തിന് നിശ്ചിത ആകൃതി ഇല്ല, സോളിഡിന് നിശ്ചിത ആകൃതി ഉണ്ട്. സോളിഡ് ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ്, ലിക്വിഡ് ഹാസ് നോട്ട് ഡെഫിനിറ്റ് ഷേപ്പ്, ഗ്യാസസ് ആൾസോ ഹാസ് നോട്ട് ഡെഫിനിറ്റ് ഷേപ്പ്. ദെൻ നിശ്ചിതം, സോളിഡിന് നിശ്ചിത മാസുണ്ട്. ഒരു കല്ലിൻ്റെ കഷ്ണം എവിടെ വെച്ചാലും അതിൻ്റെ മാസ് അത് തന്നെയല്ലേ ഈ കാരം, മാസ് മാറില്ല. ഇനി ദ്രാവകത്തിന് നിശ്ചിത മാസുണ്ട്. കുറച്ച് വെള്ളം അതെവിടെ കൊണ്ട് വെച്ചാലും ഏത് പാത്രത്തിൽ വെച്ചാലും ആ വെള്ളത്തിൻ്റെ മാസ് അത് തന്നെ ഈ കാരം, മാസ് മാറില്ല. വാതകത്തിന് നിശ്ചിത മാസുണ്ട്. ഇനി നിശ്ചിത വ്യാപ്തം, വോളിയം. സോളിഡിന് വോളിയം, നിശ്ചിത വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. ലിക്വിഡിനും ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, നിശ്ചിത വ്യാപ്തമുണ്ട്, വ്യാപ്തം മാറില്ല. അത് എവിടെ വെച്ചാലും ആ വ്യാപ്തത്തിൽ യാതൊരു മാറ്റം വരില്ല. എന്നാൽ വാതകത്തിന് നിശ്ചിത വ്യാപ്തമല്ല.
അത് വലിയ പാത്രത്തിൽ ഒഴിച്ചാൽ ആ പാത്രം നിറഞ്ഞിക്കും. ചെറിയ പാത്രത്തിൽ അമർത്തി വെച്ചാൽ അത്രയും വ്യാപ്തം ചുരുങ്ങിക്കും. വ്യാപ്തം ചുരുങ്ങിക്കാനും അതിന് കഴിയും, വികസിച്ച് നിൽക്കാനും കഴിയും. അതുകൊണ്ട് വ്യാപ്തം ഒരു നിശ്ചിത വ്യാപ്തമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനൊരു വർക്ക്ഷീറ്റ് തയ്യാറാക്കിയിട്ട് അതും കൂടെ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആക്കി വെക്കണം. ഇതൊരു വർക്ക്ഷീറ്റാണ്, ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് ഓഫ് മാറ്റർ, ഭൗതികാവസ്ഥ. ഖരം, ദ്രാവകം, വാതകം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. നിശ്ചിത ആകൃതി, ഡെഫിനിറ്റ് ഷേപ്പ്. നിശ്ചിത മാസ്, ഡെഫിനിറ്റ് മാസ്. നിശ്ചിത വ്യാപ്തം, ഡെഫിനിറ്റ് വോളിയം. സോളിഡ്, ഖരവസ്തുവിന് നിശ്ചിത ആകൃതിയുണ്ട്, നിശ്ചിത മാസുണ്ട്, നിശ്ചിത വ്യാപ്തമുണ്ട്. ദ്രാവകത്തിന് നിശ്ചിത ആകൃതി ഇല്ല, മാസുണ്ട്, വ്യാപ്തമുണ്ട്. പക്ഷേ വാതകത്തിന് നിശ്ചിത ആകൃതി ഇല്ല, നിശ്ചിത മാസുണ്ട്, നിശ്ചിത വ്യാപ്തമല്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ വളരെ കുറച്ച് കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം എല്ലാ വസ്തുക്കളും വളരെ ചെറിയ കണികകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നും പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന ആ ചെറിയ കണികയെ വിളിക്കുന്ന പേര് തന്മാത്ര അഥവാ മോളിക്യൂളാണ് എന്നും ആദ്യം നമ്മൾ തെളിയിച്ചു. എവരി സബ്സ്റ്റൻസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. ദേ ഹാവ് all the properties of that substance. ഇനി ഖരം, ദ്രാവകം, വാതകം എന്നിവയുടെ 3 ഗുണങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യും, താരതമ്യം ചെയ്തു. ആകൃതി, മാസ്, വ്യാപ്തം. ഖരവസ്തുക്കൾക്ക് നിശ്ചിത ആകൃതിയുണ്ട്, നിശ്ചിത വ്യാപ്തമുണ്ട്, നിശ്ചിത മാസമുണ്ട്. ദ്രാവകങ്ങൾക്ക് നിശ്ചിത ആകൃതി ഇല്ല. പാത്രം മാറുന്നതിനനുസരിച്ച് ആകൃതി മാറും. എന്നാൽ നിശ്ചിത മാസമുണ്ട്, നിശ്ചിത വ്യാപ്തമുണ്ട്. 1 ലിറ്റർ മണ്ണെണ്ണ അതെവിടെ കൊണ്ടുവച്ചാലും 1 ലിറ്റർ നീകാരം. ഇനി ഗ്യാസിന് നിശ്ചിത ആകൃതി ഇല്ല, പാത്രം മാറുന്നതിനനുസരിച്ച് ആകൃതി മാറും. നിശ്ചിത മാസുണ്ട്. മാസ് പറഞ്ഞാൽ തന്മാത്രയുടെ എണ്ണം മാറ്റം വരുത്തിയാലേ മാസ് മാറുള്ളൂ. അപ്പം അതിൽ എത്ര തന്മാത്ര ഉണ്ടോ ആ തന്മാത്ര തന്നെയാണ് അതിലുള്ളത്, എവിടെ കൊണ്ട് വെച്ചാലും. അപ്പം മാസ്, നിശ്ചിത മാസുണ്ട്, നിശ്ചിത ആകൃതിയില്ല, നിശ്ചിത വ്യാപ്തമില്ല. പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വ്യാപ്തത്തിൽ മാറ്റം വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ വർക്ക്ഷീറ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കും വേണം. ഇതാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മക്കളെല്ലാവരും ഇത് ശ്രദ്ധിച്ച് പഠിക്കുക, എന്നിട്ട് കഴിയുന്നത് നോട്ടാക്കി നിങ്ങൾ മാറ്റുക. തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും വിവരങ്ങളൊക്കെ എത്തിക്കുക. നമ്മളിപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയമാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഇത് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി എൻ്റെ ഈ ചാനൽ PPD@PS World എന്നാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഇതിൻ്റെ ബാക്കി വീഡിയോസ് നിങ്ങൾക്കെല്ലാവർക്കും പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.